നോക്കൂ, ഇതിവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. സീതയോട് കുറച്ചുകൂടെ കാരുണ്യം കാട്ടാമായിരുന്നു. കാരുണ്യം കാട്ടിയില്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ അവളെ ഞാൻ എന്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കാത്തത്. കേശവൻകുട്ടി, നിനക്കും മുത്തശ്ശിയെ വേണ്ടെന്നായോ? ഒരു ശമ്പളക്കാരനായിട്ടല്ല നിന്നെ ഞാൻ കരുതിയിട്ടുള്ളത്. നിനക്ക് മുത്തശ്ശി ഒന്ന് സഹായിച്ചൂടെ? മുത്തശ്ശി, സീതയെ നിന്നെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ചിക്കൻ ഫ്രൈഡ് ₹350. ചൈലി ചിക്കൻ ഫ്രൈഡ്. നീ എന്താ കാണാപ്പാടം പഠിക്കുക? ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ഇതൊന്നും കാണാപ്പാടം പഠിച്ചിട്ടുള്ളവനല്ല. ഇനിയിപ്പോ എം എ അടിച്ചെടുത്തതിന്റെ വീരസ്യമായിരിക്കും. വാഴ പഠിക്കാതെ വാരി വലിച്ച് തിന്നട. ആശാൻ എന്താ എന്നൊരു മൗനം? അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഒന്ന് തീർച്ച, കഴിഞ്ഞ ജന്മം ഇവനൊരു മുനിയായിരുന്നു. എങ്കിൽ കള്ളമുനിയായിരുന്നിരിക്കും. എന്നെ വിട്ടേക്ക് അർജുന. അങ്ങനെ വിടാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. ബലമായി പിടിച്ചു. കൂട്ടിന് ഞാനും ഉണ്ട്. കാര്യം ഇപ്പൊ എനിക്ക് പിടികിട്ടി. നാം രണ്ടുപേരും കേവലം അജ്ഞന്മാർ. ആശാനാണെങ്കിൽ ഒരു വലിയ റിസർച്ച് സ്കോളർ. അപ്പോ അതിഗഹനമായി പലതും ആലോചിക്കാനുണ്ടാവും. പിന്നെ ഉണ്ടാകും ഉണ്ടാകും ഉണ്ടാകും. കളിയാക്കാതെ ഇഷ്ടന്മാരെ. കളിയാക്കുകയല്ല, കാര്യമായിട്ട് ചോദിക്കുകയും. ഈ കമ്പനി കൂടുമ്പോഴെങ്കിലും നിനക്ക് ഡള്ളടിക്കാതിരുന്നോ? കള്ളടിക്കാതിരിക്കാനോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. നീ പോടാ ആർച്ച്പുളെ. ആട്ടെ, നിന്റെ റിസർച്ച് ഇതുവരെ തീർന്നില്ലേ? കുറെ കാലമായല്ലോ പരിപാടി തുടങ്ങിയിട്ട്. ഓ, അത് തീരുമെന്ന് തോന്നുന്നില്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ കാര്യം ഓർമ്മിച്ചത്. ആശാൻ എനിക്കൊരു സബ്ജക്റ്റ് പറഞ്ഞു തരണം. ബാക്കി ഞാൻ ഏറ്റു. 2 കൊല്ലം കഴിഞ്ഞാൽ ഡോക്ടർ. എന്നിട്ട് വേണമായിരിക്കും ചികിത്സ തുടങ്ങാൻ. ചികിത്സയൊക്കെ എന്നേ തുടങ്ങി. പുസ്തകം മറിച്ചു നോക്കാതെ MA പാസ്സാകാൻ സാധിക്കുമെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാനാണോ പ്രയാസം? എത്ര സബ്ജക്ട് വേണം? ഞാൻ പറഞ്ഞുതരാം. വേണ്ട വേണ്ട, തന്റെ ഉപദേശം ഒന്നും വേണ്ട. അത് കേട്ടാ എന്റെ നാട്ടുകാരൊരു അച്ചായനെ പറ്റി അനുഭവം പോലെ ഇരിക്കും. അയാൾക്ക് എന്ത് പറ്റി? അയാളുടെ വിഷയം പഴത്തൊലിയിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടോ എന്നതായി. വെറും പഴമല്ല, നേന്ത്രപ്പഴം. അതായത് നമ്മുടെ ഓർഡിനറി ഏത്തപ്പഴം. സ്ഥിരതകൃതിയായി ഒരു 3 കൊല്ലം റിസർച്ച് നടത്തി. അവസാനം തിസീസിന് തീ വെക്കേണ്ടി വന്നെങ്കിലും അതിയാനൊരു ഗുണം കിട്ടി. ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. പറയാം. റിസർച്ച് തുടങ്ങുമ്പോ അഗർബത്തി പോലെ, അതായത് നമ്മുടെ ഓർഡിനറി ശാമ്പ്രാണി തിരി പോലെ സ്ഥൂലിച്ചിരുന്ന അച്ചായൻ. അതെ, സ്ഥൂലിച്ചിരുന്ന അച്ചായൻ റിസർച്ച് അവസാനിച്ചപ്പോ ആനക്കാലുപോലെ തടിയനായി. ബിസ്ക്കറ്റ്. അല്ല, തീസിന് തീ വെച്ചത് എന്തിന്? അതൊരു പ്രാസത്തിന് ഉപയോഗിച്ചതല്ലേ മൈ ഡിയർ ഫ്രണ്ട് കമൽ. എന്നാലും തിയറീസ് അക്സെപ്റ്റ് ചെയ്തില്ലേ? എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ? തൊലിയിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴത്തിൽ അത് ഉണ്ട് എന്നായിരുന്നു കണ്ടുപിടുത്തം. 5:30 എനിക്കൊരാളെ കാണണം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. നിങ്ങൾ 2 പേരുണ്ടല്ലോ. ഒരാൾ കൂടി കയറിയാലും എന്റെ ബൈക്ക് ഓടും. അത് വേണ്ട, ഞാൻ നടന്നു പോകോളാം. കമൽ ഇങ്ങനൊരു ഫൂളായി പോയല്ലോ. ആശാന് തന്റെ ഓശാരൊന്നും വേണ്ടെന്ന്. ഓ എന്ന്. ശരി, ഓക്കെ. അത് കൈ വെച്ചാ മതി. അളിയാ, എന്റെ എളിയ തിസീസിന്റെ കാര്യം. അരവിന്ദനോട് എനിക്കിപ്പോൾ തോന്നുന്ന വികാരം സ്നേഹമല്ല, സഹതാപമാണ്. പുരുഷന്മാർക്ക് വേണ്ടുന്ന വിലപിടിപ്പുള്ള ഒന്ന് കരുത്ത്. അതുണ്ടായിരുന്നെങ്കിൽ.
അരുന്ധതിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ അതിന് ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലായി അതൊരു പാഴ്വേലയായിരുന്നു. ഞാൻ സ്വയം കുറ്റമേൽക്കുന്നു. നഷ്ടപ്പെട്ട് തിരിച്ചു നേടാൻ എനിക്കാകുമെന്ന് തോന്നുന്നില്ല. കരഞ്ഞു തീർത്ത രാത്രികളിൽ എവിടെയോ അത് കൈമോശം വന്നിരിക്കുന്നു. കരുത്ത് അതെന്നോ ചോർന്നു പോയിരിക്കുന്നു. നാലുകെട്ടിന്റെ ഇരുട്ട് വീണ ഇടനാഴി, പുഴയുടെ തീരത്തെ സന്ധികളിൽ, ഊമ പെൺകുട്ടിയുടെ ഉറക്കച്ചടവാർന്ന കണ്ണുകളിൽ, ശിഥിലമായി തീരുന്ന സ്വപ്നങ്ങളിൽ, വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിലെത്തുന്ന അച്ഛനും അമ്മയും, അവരോടൊപ്പം കഴിയാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന എന്നേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടത് സുഹൃത്തുക്കളുടെ വീടുകളിലെ പാർട്ടികളായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും നാട്ടിലുള്ള അവധികാലങ്ങളിലും എനിക്ക് മുത്തശ്ശി മാത്രമായി കൂട്ടും. അച്ഛനും അമ്മയും അവസാനമായി നാട്ടിൽ വന്നപ്പോൾ അവർക്ക് ഓമനിക്കാൻ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ അനുജത്തി. ഇക്കണക്കിന് കാർ തട്ടിമറിച്ചിട്ടാലും അരവിന്ദൻ അറിയില്ലല്ലോ. ആ സ്വപ്നം മതിയാക്കി കേറ്. എവിടേക്ക്? എവിടെയായാലെന്താ, ഞാനല്ലേ വിളിക്കുന്നത്. കമൽ പോകൂ, ഞാനില്ല. ഇന്ന് ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. മതി മതി കടലുമായി സല്ലപിച്ചത്. മനുഷ്യനെ സല്ലപിക്കാൻ കടലെങ്കിലും വേണ്ടേ? മനുഷ്യർ മനുഷ്യരോടെ സല്ലപിക്കാവൂ. കള്ളത്തരത്തിന്റെ പ്രതീകമാണ് കടൽ. കടലോരത്ത് ആശ്വാസം കണ്ടെത്താമെന്ന് കരുതുന്നവർ കള്ളന്മാരാണല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കടലോരത്ത് ചെന്നിരുന്നാൽ സമസ്ത ദുഃഖങ്ങളും അസ്തമിക്കുമെന്ന ധാരണ അന്ധവിശ്വാസമാണ്. ഒരന്ധവിശ്വാസത്തിന്റെയെങ്കിലും അത്താണിയില്ലെങ്കിൽ ആരും തകർന്നു പോകും. മണ്ണാങ്കട്ട. തർക്കിക്കാൻ വന്നതല്ല ഞാൻ. അതിനുള്ള പഠിപ്പോ പാണ്ഡിത്യമോ എനിക്കില്ലതായി. എന്തിന് കമലി ആത്മനിന്ദ? ആത്മനിന്ദയോ? എനിക്കോ? ആ തൊപ്പി തനിക്കാണ് ഇണങ്ങുന്നത്. ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെ നേരെ വാ. ഇനി അങ്ങോട്ട് കേറ്, അങ്ങോട്ട് കേറ്. വിട് കമൽ, ഞാൻ വരുന്നില്ല, പ്ലീസ്. ഒരു പ്ലീസുമില്ല. രണ്ടിലൊന്ന് എനിക്കറിയാം. ഉള്ളത് വെട്ടിത്തുറന്ന് പറയാനേ എനിക്കറിയാം. ഈ മുഖം മൂടി ഇനിയെങ്കിലും വലിച്ചെറിഞ്ഞൂടെ ചങ്ങാതി? ഏത് മുഖം മൂടി? ഈ കള്ളദുഃഖത്തിന്റെ. എന്താണ് തന്റെ കുഴപ്പം? ഒരു തവണയെങ്കിലും ഉള്ളു തുറന്ന് താൻ ചിരിച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേക്കാം. വല്ലപ്പോഴും ഒന്ന് ചിരിച്ചില്ലെങ്കിൽ ആ വിദ്യ എന്നേക്കുമായി മറന്നുപോയേക്കും. ഇപ്പൊ ഞാൻ ചിരിക്കുകയല്ലേ? ഇത് ചിരിയാണോ? ചതിക്കുഴികൾ ഉള്ളിൽ ഒളിച്ചു വെച്ച കടലിന്റെ കരാളമായ ചിരിയാണ്. ഇത് കണ്ടു ഞാൻ മടുത്തു. ഇനിയും ഇത് കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ കരഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാൻ വരുന്നില്ല കമൽ. ഞാൻ ക്ഷണിക്കുന്നുമില്ല. ഉറങ്ങുന്നയാളിനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നയാളിനെയോ?
ആന, എരുമേലി സോളം, ജെയിംസ് ബോണ്ട, ഇയാൻ ഫ്ലൈ, അതുമല്ല. ഫോർ ഹും അതുമല്ല. മദർ, മാക്സിമം ഗോർക്കി. ഓ, മദർ താഴെ പോയി. എന്താ അർജുന ഒരു ബഹളം? കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല ആശാനെ, 1-2 ലൈബ്രറി പുസ്തകങ്ങൾ കാണാനുണ്ടായിരുന്നു. എവിടെ പോയി എന്നറിയില്ല. അതെങ്ങനെയാ എന്റെ മേശപ്പുറത്ത് കാണുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. പക്ഷെ ഒന്നുണ്ടല്ലോ, കുടം പോയാലും കുന്തത്തിലും തപ്പണമെന്ന്. എന്തു പോയാൽ? അല്ല, കുന്തം പോയാലും കുടത്തിലും തപ്പണമെന്ന്. ആട്ടെ, പുസ്തകത്തിന്റെ പേരെന്താ? എന്റെ കയ്യിലുണ്ടോ നോക്കാം. അവിടെയല്ലേ കുഴപ്പം. പേജ് മറിച്ച് നോക്കാതെ പേരെങ്ങനെ അറിയാ? പേരറിയാതെ ബുക്ക് തേടുന്നത്? ഇത് വല്ലതും വായിക്കാനോ മറ്റോ ആണോ ആശാനെ? പലരും പുസ്തകങ്ങൾ എടുക്കുന്നു, ഞാനും എടുക്കുന്നു. എടുത്തെടുത്ത് ഈ പരുവത്തിലായി. മേസ്ത്രിയുടെ കാശ് കുറച്ച് നഷ്ടം. എന്തിനാ ഏടാകൂടത്തിനൊക്കെ പോകുന്നത്? അല്ലേ, ഞാനൊരു റിസർച്ച് സ്കോളർ അല്ലേ, ബുക്ക് എടുക്കാതിരിക്കാൻ ഓ, പറ്റുമോ? അത് ശരി. അപ്പോ ഇതുവരെ ഭ്രാന്ത് മാറിയില്ല. ഇതെന്നെയും കൊണ്ടേ പോവൂ. അർജുന വിഷാദം എന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്തു പറ്റി? എന്താ നോക്കടാ? ഒന്നുമില്ല അച്ഛൻ, ഒന്നുമില്ല. ഇത് വിടിരിക്കട്ടെ, എന്തെങ്കിലും ഉപയോഗം വരും. അപ്പോ ഇതും തുടങ്ങി? ഇപ്പോഴല്ല, പണ്ട് മുതലേ തുടങ്ങിയതാ. എന്തെങ്കിലും ഭംഗിയുള്ള വസ്തുക്കൾ കാണുമ്പോ എന്റെ വിരൽ തുമ്പ് തുടിക്കും, എന്റെ ഉൾത്തടം വിതുമ്പും. അത് കൈക്കലാക്കുവാൻ ഒരു ഉൾത്തേങ്ങൽ എനിക്ക് അനുഭവപ്പെടും. ഒരുതരം ഇമോഷണൽ കോൺസ്റ്റിപ്പേഷൻ. ആ, ഒടുവില് മുഖം വൃത്തികേടാവും. ഈ അസുഖത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ക്ലെപ്റ്റോമേനിയ. ആ ഉച്ചാരണം ശരിയല്ല ആശാനെ. ക്ലെപ്റ്റോമാനിയ എന്നല്ല, ക്ലെപ്റ്റോമെനിയെ. എച്ച് എൻ ലോറൻസിന്റെ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് എന്ന പുസ്തകത്തിൽ 7-ാം പേജിൽ 9-ാമത്തെ ഖണ്ഡികയിൽ MANIA എന്ന പദത്തിന് മെനിയെ എന്നാണ് ഉച്ചാരണം കൊടുത്തിരിക്കുന്നത്. ജപ്പാനിലെ ഗുങ്ഹി ഫുഷി എന്ന പണ്ഡിതൻ ഈ വിഷയത്തെപ്പറ്റി ഗഹനമായ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആശാനെ, ഞാനും ഈ വിഷയത്തെപ്പറ്റി ഒരു ഗവേഷണം നടത്തിയാൽ എന്താണെന്ന് ആലോചിക്കുക. അല്ല, ആശാനെ തഴഞ്ഞോ? ആ, ഫ്രോയിഡിന്റെ സിദ്ധാന്ത പ്രകാരം Yes, ഫീമെയിൽ come in. സമ്മതിക്കില്ല.